ഹായ് സ്റ്റുഡൻസ്, നമ്മളൊന്ന് നാലാമത്തെ ചോദ്യത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഓഫ് പ്രോഫിറ്റ് ആൻഡ് ലോസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. പർട്ടിക്കുലേഴ്സ് നോട്ട് നമ്പർ 31 മാർച്ച് 2012, 31 മാർച്ച് 2011. ഇതാണ് നമുക്ക് തന്നിരിക്കുന്ന ഡേറ്റുകൾ. റവന്യൂ ഫ്രം ഓപ്പറേഷൻ അവിടെ സെയിൽ എഴുതണം, അതർ ഇൻകം ഉണ്ടെങ്കിൽ എഴുതാം, ഇല്ലെങ്കിൽ ടോട്ടൽ ചെയ്യുക. എക്സ്പെൻസസ് മെറ്റീരിയൽ കൺസ്യൂംഡ്, ദെൻ പർച്ചേസസ് ഓഫ് സ്റ്റോക്ക് ഇൻ ട്രേഡ്, ചേഞ്ചസ് ഇൻ ഇൻവെൻററീസ്, ഓപ്പണിംഗ് സ്റ്റോക്കിൽ നിന്ന് ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുക, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസസ്, ഫിനാൻസ് കോസ്റ്റ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ്, അതർ എക്സ്പെൻസസ്. ഇതിലാണ് കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമറാണ് 1, അപ്പോൾ E1, പർച്ചേസസ് 2, അപ്പോൾ E2, ചേഞ്ചസ് ഇൻ ഇൻവെൻററീസ് E3, എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് E4, 4ാമത്തെ ഐറ്റം, ഫിനാൻസ് കോസ്റ്റ് 5ാമത്തെ ഐറ്റം, അപ്പോൾ E5, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ E6, ദെൻ അതർ എക്സ്പെൻസ് E7. നമ്മൾ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ പറയുന്നത് 1 2 3 4 5 6 7 എന്ന് പറയുന്നത്. ഓക്കെ, ഈ ടോട്ടൽ എക്സ്പെൻസ് കണ്ടുപിടിച്ചതിന് ശേഷം ടോട്ടൽ ഇൻകത്തിൽ നിന്ന് കുറയ്ക്കുക, അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. അതിനുശേഷം പ്രൊവിഷൻ ഫോർ ടാക്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, അപ്പോൾ പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് കിട്ടും. ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുക. എങ്ങനെ ഏണിങ്സ് പെർ ഷെയർ ആണ്? പ്രോഫിറ്റിനെ നമ്പർ ഓഫ് ഇക്വിറ്റി ഷെയർസ് കൊണ്ട് ഡിവൈഡ് ചെയ്യും. ഇതാണ് നമുക്ക് ചെയ്യേണ്ടത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ടാണ് ആദ്യം നമ്മൾ തയ്യാറാക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ വർക്കിംഗ് നോട്ടിലേക്ക് വരാം. വർക്കിംഗ് നോട്ട് തയ്യാറാക്കുമ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് ആണ് ആദ്യം തന്നെ പറഞ്ഞിരിക്കുന്ന നമ്മുടെ ഐറ്റംസ് വന്നിരിക്കുന്നത്. അപ്പോൾ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസിൻ്റെ വേജസ് നമുക്ക് ചോദ്യത്തിൽ തന്നിട്ട് നോക്കിയാൽ ഒന്നാമത്തെ ഐറ്റം കണ്ടിട്ടുണ്ട്, വേജസ് ഉണ്ട്. അപ്പോൾ അതർ എക്സ്പെൻസ് എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് വേജസ് 4,24,325, 4,24,325. പിന്നെ സാലറി 70,000 ആണ് നമുക്ക് തന്നിരിക്കുന്നത്, 70,000 അത് എഴുതുന്നു. ടോട്ടൽ 4,24,325 കൂടെ 70,000 കൂട്ടുമ്പോൾ 4,94,325. ഓക്കെ, 4,94,325 ഇതാണ് നമ്മുടെ എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ്. ദെൻ ഫിനാൻസ് കോസ്റ്റ് നമ്മൾ പറഞ്ഞ ഇത് ചോദ്യത്തിൽ തന്നിരിക്കുന്ന 45,000 ആണ്. 90,000 രൂപയാണ് ടോട്ടൽ വരുന്നത്. ആ 90,000 രൂപയിൽ നമുക്ക് വേണമെങ്കിൽ അതൊന്ന് എങ്ങനെ കണ്ടുപിടിച്ചതാണ്. ടോട്ടൽ ഇൻട്രസ്റ്റ് നമ്മൾ കണ്ടുപിടിച്ചത് 15,06,000 90,000. ആ 90,000 നിന്ന് കൊടുത്ത 45,000 രൂപ കുറയ്ക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത്? 45,000 ഔട്ട്സ്റ്റാൻഡിങ് കിട്ടുന്നത്. എന്തായാലും 90,000 രൂപയാണ് ഔട്ടർ കോളത്തിൽ വരേണ്ട എമൗണ്ട്. ആ റേറ്റ് അനുസരിച്ചുള്ള എമൗണ്ട് ഔട്ടർ കോളത്തിൽ വരണം. 15,00,000-ൻ്റെ 6% എന്നുള്ള എമൗണ്ട് ടോട്ടൽ എമൗണ്ട് കോളത്തിൽ വരണം. ഇനി കൊടുക്കാനുള്ള 45,000 ലാബിലിറ്റിയുടെ. ദെൻ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസിൽ പ്ലാന്റ് ആൻഡ് മെഷീനറിയുടെ ഡിപ്രീസിയേഷൻ 10% പറഞ്ഞിരിക്കുന്നത്. 15,00,000 10% 1,50,000 രൂപ, 1,50,000 വരും. ഓക്കെ, 1,50,000. ദ നോൺ പ്രീമിസസ് 16,50,000-ൻ്റെ 2%. 16,50,000 എന്ന് പറഞ്ഞാൽ എത്ര വരും? 33,000 വരും. 33,000. ഓക്കെ, പിന്നെ അത് രണ്ടും കൂടി കൂട്ടാം. 1,50,000 33 കൂടി കൂട്ടാം. അപ്പോൾ 1,83,000, 1,83,000 വരും. ഇതാണ് അതിൻ്റെ ടോട്ടൽ ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ. ദെൻ അതർ എക്സ്പെൻസസ്, അതിൽ നമുക്ക് ഒരൈറ്റം മാനുഫാക്ചറിങ് എക്സ്പെൻസാണ്. 65,575, 65,575. ഓക്കെ, പിന്നെ ബാഡ് ഡെപ്റ്റും പ്രൊവിഷനും ഉണ്ട്. ന്യൂ പ്രൊവിഷനാണ്. അത് രണ്ടും കൂട്ടാം. 10,550, 4,250. അപ്പോൾ 14,800 രൂപ വരും. 14,800. ഓക്കെ, ദെൻ ഡയറക്റ്റ് എക്സ്പെൻസ് 31,125, 31,125 ആണ് ഡയറക്റ്റ് എക്സ്പെൻസ്. ദെൻ പ്രിലിമിനറി എക്സ്പെൻസ് റിട്ടൺ ഓഫ്, അവിടെ 2,500 രൂപ റൈറ്റ് ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആ 2,500 രൂപ നമ്മൾ റൈറ്റ് ഓഫ് ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ ടോട്ടൽ എടുക്കുന്നു. ജനറൽ എക്സ്പെൻസ് ഒരു ഐറ്റം കൂടി ഉണ്ട്, ജനറൽ എക്സ്പെൻസ് കൂടി ഉണ്ട്. 84,175, 84,175, 175, 84,175. ദെൻ അതിൻ്റെ ടോട്ടൽ 1,98,175, 1,98,175. ഇതാണ് അതർ എക്സ്പെൻസിൻ്റെ ടോട്ടൽ. ഇനി നമുക്ക് നേരെ എവിടേക്ക് പോകാം? പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കാം. പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ട് തയ്യാറാക്കി പ്രോഫിറ്റ് നമ്മൾ കണ്ടുപിടിക്കുക, ഏണിങ്സ് പെർ ഷെയർ കണ്ടുപിടിക്കുക. ആദ്യം തന്നെ നമ്മൾ ചെയ്യുന്നത് റവന്യൂ ഫ്രം ഓപ്പറേഷൻ സെയിൽസ് എഴുതലാണ്. അപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ സെയിൽസ് എത്രയുണ്ട്? റവന്യൂ ഫ്രം ഓപ്പറേഷനിൽ സെയിൽസ് 20,75,000 20,75,000. റിട്ടേൺസ് ഉണ്ടെങ്കിൽ അത് കുറച്ചിട്ട് എഴുതാം. അതർ ഇൻകം ഇല്ല, അപ്പോൾ അത് തന്നെ നമുക്ക് ടോട്ടൽ ഇൻകം ഉണ്ട് 20,75,000. ഓക്കെ, ദെൻ കോസ്റ്റ് ഓഫ് മെറ്റീരിയൽ കൺസ്യൂമർ ഇല്ല. പർച്ചേസസ്, അത് ചോദ്യത്തിൽ ആദ്യത്തെ ഐറ്റം പർച്ചേസാണ്. പർച്ചേസസ് 9,25,000, 9,25,000. ഓക്കെ, പിന്നെ അടുത്തത് ചേഞ്ചസ് ഇൻ ഇൻട്രീസ് 3,75,000 ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ട്. ദെൻ 4,50,000 ക്ലോസിംഗ് സ്റ്റോക്ക് ഉണ്ട്. അത് അവസാനം പറഞ്ഞിട്ടുണ്ട്. അത് തമ്മിലുള്ള ഡിഫറൻസ് ആണ് നമുക്ക് ഇതിനകത്ത് എഴുതേണ്ടത്. ബ്രാക്കറ്റ് ഇടാം, മൈനസ് ഫിഗർ ആയതുകൊണ്ട്
ബ്രാക്കറ്റ് 75,000 രൂപ ബാക്കി വരും. അത് നമുക്ക് ബ്രാക്കറ്റ് മൈനസ് ചെയ്തിട്ട് ബ്രാക്കറ്റ് ഇടും. എംപ്ലോയി ബെനിഫിറ്റ് എക്സ്പെൻസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തതാണ് 4,94,325. 4,94,325. ഫിനാൻസ് കോസ്റ്റ് 90,000 നമ്മൾ കണ്ടുപിടിച്ചു. ഓക്കെ. ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻസ് അതും കണ്ടുപിടിച്ചതാണ്. ഡിപ്രീസിയേഷൻ അമോർട്ടൈസേഷൻ 1,83,000. 1,83,000 ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ എക്സ്പെൻസ് കണ്ടുപിടിച്ചത്. ഓക്കെ. അടുത്തത് അതർ എക്സ്പെൻസസ്. അതർ എക്സ്പെൻസസ് വന്നിരിക്കുന്നത് 1,98,175. 1,98,175. 198,175. ഇതാണ് എക്സ്പെൻസ്. എക്സ്പെൻസിൻ്റെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 18,15,500. 18,15,500. അപ്പോൾ നമ്മൾ എക്സ്പെൻസിൻ്റെ ടോട്ടൽ കണ്ടുപിടിച്ച് 18,15,500 20,70,000 എന്ന് പറയാം. അപ്പോൾ നമുക്ക് പ്രോഫിറ്റ് ബിഫോർ ടാക്സ് കിട്ടും. പ്രോഫിറ്റ് ബിഫോർ ടാക്സ് എത്രയാണ്? 2,59,500. 2,59,500. അതിൽ നിന്ന് പ്രൊവിഷൻ ടാക്സ് ഉണ്ടെങ്കിൽ കുറയ്ക്കുക, ഇല്ല. അപ്പോൾ നമുക്ക് അത് തന്നെ നമുക്ക് എന്തായിട്ട് എഴുതാം? പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സ് എഴുതാം. 2,59,500. ഇനി ഏണിങ്സ് പെർ ഷെയർ. ഈ 2,59,500 2 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 2 ലക്ഷം കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1.2975. ഇതാണ് ഏണിങ്സ് പെർ ഷെയർ ആയിട്ട് വരുന്നത്. അപ്പോൾ ഇത് പ്രോഫിറ്റ് ആൻഡ് ലോസ് കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഈ പ്രോബ്ലം നമ്പർ 4 പ്രോഫിറ്റ് ആൻഡ് ലോസ്. ഓക്കെ, ശ്രദ്ധിച്ച് ചെയ്യുക. താങ്ക് യു.